ഹലോ അച്ഛന്മാരെ. അപ്പം ഇന്നലത്തെ ഞാനൊരു വീഡിയോസ് ഇട്ടായിരുന്നു എൻ്റെ ഏണിങ്സും കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ മറ്റേതും കൂടി ഒന്ന് കാണിച്ചുതരാം. ഇന്നലെ കയറിയത് ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായില്ലല്ലോ. അതായത് എനിക്ക് 7 മണിക്ക് എന്തായാലും ലോഗ് ഔട്ട് ചെയ്യണം. 24 ആയി കഴിഞ്ഞാൽ 7 മണിക്ക് എന്തായാലും ലോഗ് ഔട്ട് ചെയ്യണം. അപ്പം 7 മണി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പം 7 മണി കഴിഞ്ഞിട്ട് ഓടിയത് ഇതിപ്പം ഇതുണ്ടോ, 188. അത് അന്ന് 7 to 7 ഓടിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഒരു 40 റുപ്പീസ് ആയിട്ട് ആഡ് ആയിട്ടുണ്ടാവും. 40 റുപ്പീസ് ആഡ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓടിയതാണ് 7 to 7 ഓടിയത്. ആ 40 റുപ്പീസും കൂടി ആഡ് ആയിട്ടാണ് 318 ഓടിയത്. 318 ഓടി. അത് കഴിഞ്ഞിട്ട് ഞാനിതിപ്പം കാണിച്ചുതരാം. ഇതിൽ 95 റുപ്പീസിനാണ് പിന്നെ 7 മണി കഴിഞ്ഞിട്ട് ഞാൻ ഓടിയത്. അത് ചെറിയ ഹയേഴ്സും കാര്യങ്ങളും. ഇന്ന് കുറച്ച് മോശമില്ലാത്ത ഓട്ടം ഉണ്ടായിരുന്നു. ഒരു ലോങ് കിട്ടിയതായിരുന്നു, ഷാർജയിലേക്ക് കിട്ടിയതുകൊണ്ടാണ്. അതിൽ ഇന്നലത്തെ സർചാർജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എൻ്റെ പേഴ്സൻറ്റേജ് 10 ഉള്ളത്, 10% ഉള്ളത്. ആവറേജ് 253. ഇപ്പം 12 മണിയോടെ മാറിയിട്ടുണ്ടാവും. അപ്പം ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും. നാളെയും കൂടി ഓടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സർചാർജ് നല്ലോണം കൂടിയിട്ടുണ്ട് ഗൈസ്. 140 സർചാർജാണ് കയറിയിട്ടുള്ളത്. ഫ്യൂൾ ചാർജ് കരീമിൻ്റെ ചാർജസ്, പിന്നെ RTA. ഇന്നലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ കാണും 57 അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഫ്യൂല്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 300 സംതിങ് ഓടിയിട്ടുണ്ടാവും. എന്തായാലും 300-400 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. എന്നിട്ടുള്ള സർചാർജ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏണിങ്. ഇന്ന് ഭയങ്കര ക്ഷീണമായി ബ്രോ. ഉറങ്ങാനൊന്നും ടൈമില്ലാത്ത പോലെ. ഒന്നാമത് നമുക്ക് ഇവിടെ ദുബായിൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് കുഴപ്പമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ്. 24 ഓടിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒരു പാർക്കിംഗ് ഉണ്ടാവില്ല. നേരത്തെ പോയി കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് ഉണ്ടാവും. അതെല്ലാം കൊണ്ട് കുറച്ച് ചടങ്ങാണ്. പിന്നെ 7 മണിക്ക് തന്നെ പഞ്ച് ചെയ്യണം. 7 മണിക്ക് പഞ്ച് ചെയ്യേണ്ടെങ്കിൽ, സൈൻ ഇൻ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിൽ പോയി അവിടുന്ന് ക്ലിയർ ചെയ്ത്, കാർഡ് ക്ലിയർ ചെയ്തെല്ലാം കഴിഞ്ഞാൽ, ഇത് പൈസ അടച്ച് പിന്നെ മീറ്റർ റൂമിൽ പോയി കാർഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലോഗിനാവും. അപ്പം അത് ആരോടെങ്കിലും പറയല. കമ്പനിയിലോട്ട് പോകുന്ന നൈറ്റ് ഷിഫ്റ്റുള്ള ആരോടെങ്കിലും പറയല. അവർ 3 മണിക്ക് എന്തായാലും പോകുമല്ലോ, അങ്ങനെ പറയലാണ്. അപ്പം 24 ആയാൽ ഇതാ ഒരു ചടങ്ങ്. പാർക്കിങ് മെയിനായിട്ട് വേണം. പിന്നെ ഇത് 7 മണിക്ക് പോയി ഒരിക്കൽ പേയ്മെൻറ്റ് ചെയ്ത്, പിന്നെ ഒരിക്കലും പോയി ഒരിക്കലും കൂടി പേയ്മെൻറ്റ് ചെയ്ത് രാവിലെ ലോഗിൻ ചെയ്യേണ്ടെങ്കിൽ അതെല്ലാമാണ് കുറച്ച് പാട്. അപ്പം ബെറ്റർ എനിക്ക് തോന്നുന്നു 12 hours തന്നെ എടുക്കുന്നതാണെന്ന് തോന്നുന്നു ഇപ്പം. പക്ഷേങ്കിൽ ഓടിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കണ്ടെങ്കിൽ 24 തന്നെ വേണം. അപ്പം അങ്ങനെയാണ് ഗൈസ്.